ഇന്ന് രാവിലെ രേണുസുധിക്കെതിരെ പുതിയതായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒരു വീഡിയോ രേണുസുധിയുടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പറയുകയായിരുന്നു ആ ഒരു കമൻസിൽ മൊത്തം നെഗറ്റീവ് രേണുസുധി, ഇവളാരാ ഇവിടെ വരാൻ, എന്ത് യോഗ്യതയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസായിരുന്നു രേണുസുധിക്കെതിരെ വന്നുകൊണ്ടിരുന്നത്. ഏത് വീഡിയോ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലാലേട്ടൻ്റെ അമ്മ ലേറ്റസ്റ്റായിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങിൽ ലാലേട്ടൻ്റെ അമ്മയെ കാണാൻ വേണ്ടി രേണുസുധിയെ വീട്ടിൽ വരികയും ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടാണ് കമൻറ്റ് ബോക്സിൽ ഫുള്ള് നീ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്, നീ ആരാണ് അവിടെ വരാൻ, എന്ത് യോഗ്യതയാണുള്ളത്, നിന്നെ ആരെങ്കിലും വിളിച്ചോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് രേണുസുധിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ സൈബർ ബുള്ളിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നു എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടന് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള രീതിയിലാണ് ഈ കമൻസ് ഇടുന്നവരുടെ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനത്തുള്ള രീതിയിൽ മോശമായിട്ട് കമൻസ് ഇടുന്നത് എനിക്കത്ര ശരിയായിട്ട് തോന്നിയില്ല. എന്തായാലും രേണുവിന് അതിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. രേണു എന്താ കുഴപ്പമെന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. രേണുവിന് പോകണമെന്ന് തോന്നിയാൽ പോകും, അതിലെന്താണ് പ്രശ്നം? ഭയങ്കരമായിട്ടുള്ള ഉന്നതർ മാത്രമേ പോകാൻ പറ്റൂ, അങ്ങനെയൊന്നും ഇല്ലല്ലോ.